ഹായ് ഓൾ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2025 ഏറ്റവും ലേറ്റസ്റ്റായി ഇറങ്ങിയ ലവ്ലി എന്ന് പറയുന്ന ഒരു അടിപൊളി മലയാള മൂവിയുടെ എക്സ്പ്ലനേഷനാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയേക്കുക. ഒരു ചെറിയ അമളി പറ്റി നമ്മുടെ ഹീറോ ഉണ്ടല്ലോ ജയിലിലോട്ട് പോകുന്ന സീനുണ്ട്. അവിടെ വെച്ച് അവനെ കാത്തിരിക്കുന്നതാകട്ടെ ഒരു സംസാരിക്കുന്ന വലിയ ചേച്ചിയും. ഇതാണ് ഈ ഒരു മൂവിയുടെ പ്ലോട്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് നേരെ മൂവിയിലോട്ട് പോയാലോ? ഇതാണ് നമ്മുടെ പടത്തിലെ ഹീറോ. പുള്ളിക്കാരൻ്റെ പേര് ബോണി എന്നാണ്. പുള്ളി പഠിത്തമെല്ലാം കഴിഞ്ഞ് UK പോയി സെറ്റിലാകണം എന്നാണ് ആഗ്രഹം. ബോണിയുടെ അച്ഛൻ നേരത്തെ മരിച്ചു. അതുകൊണ്ട് അമ്മയും പെങ്ങളും മാത്രമായിരുന്നു അവൻ്റെ ലോകം. അങ്ങനെ നമ്മുടെ ഹീറോയ്ക്ക് സ്ഥിര വരുമാനമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൻ ഫ്രണ്ട്സുമായിട്ടൊക്കെ പോയി പുല്ല് വെട്ടുക, അങ്ങനെ ചെറിയ വർക്കൊക്കെ ചെയ്യുമായിരുന്നു. കട്ട് ചെയ്ത് അടുത്ത സീൻ കാണിക്കുന്നത് ഇവൻ്റെ വീടാണ്. അവിടെ അവൻ്റെ മാമനും അമ്മയും പെങ്ങളും എല്ലാവരും കൂടെ ചേർത്ത് ഇവനെ ഉപദേശിക്കുകയാണ്. കാര്യം വേറൊന്നുമല്ല, അച്ഛൻ മരിച്ച പോസ്റ്റിലേക്ക് ഇവന് വേക്കൻസി ഉണ്ട്. പക്ഷേ ഇവനാകട്ടെ UK പോയി സെറ്റിലാകണം എന്നായിരുന്നു ആഗ്രഹം. സർക്കാർ ജോലിയൊന്നും നമ്മുടെ ഹീറോയ്ക്ക് വേണ്ടായിരുന്നു. അവൻ എങ്ങനെയെങ്കിലും പുറത്തു പോകണം, അവിടെ സെറ്റിലാവണം എന്ന് മാത്രമായിരുന്നു ആഗ്രഹം. ഇത് പറയുന്ന അവനോട് അവരുടെ മാമൻ പറയുന്നത് ഇങ്ങനെയാണ്: നീ UK പോകണ്ടെന്ന് ആരും പറയുന്നില്ല. നീ UK പോയി നിൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചോ. പക്ഷേ ഈ ജോലിയിൽ കയറി ജോയിൻ ചെയ്ത് ലീവ് എടുത്തതിന് ശേഷം പോയി കഴിഞ്ഞാൽ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെയും നിനക്കൊരു ജോലിയാകുമല്ലോ എന്നൊക്കെ പറയുന്നു. മാമൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന് അറിയുന്ന ഹീറോ നേരെ പിറ്റേന്ന് ജോയിൻ ചെയ്യാൻ പോകുന്ന സീനും കാണിക്കുന്നു. അവിടെ വെച്ച് നമ്മുടെ ഹീറോ ഒരാളെ പരിചയപ്പെടുകയാണ്. ഷൈൻ എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. ആ തൊട്ട് ബാക്കിൽ നിൽക്കുന്നതാണ് പുള്ളി കാരണമാണ് നമ്മുടെ ഹീറോ ജയിലിൽ പോകുന്നത്. അതൊക്കെ നമുക്ക് വഴിയേ മനസ്സിലാവും. അങ്ങനെ ഓഫീസിൽ ജോയിൻ ചെയ്ത ഹീറോ താമസിക്കുന്നതാകട്ടെ നമ്മുടെ ഷൈൻ്റെ കൂടെയും. ഇവനെ റൂമിലാക്കിയതിന് ശേഷം നമ്മുടെ ഷൈൻ നേരെ പോകുന്ന ഗ്രേസ് എന്ന് പറഞ്ഞ ലേഡിയെ കാണാൻ വേണ്ടിയാണ്. ഈ ഗ്രേസ് എന്ന് പറഞ്ഞ ലേഡിയും ഷൈനും തമ്മിൽ ചെറിയൊരു അവിഹിതമുണ്ട്. ഈ ഗ്രേസ് എന്ന് പറഞ്ഞ ലേഡി ഉണ്ടല്ലോ, പുള്ളിക്കാരുടെ ഭർത്താവാണെങ്കിൽ പുറത്താണ്. പക്ഷേ പുള്ളിക്കാരിക്കാണ് ഏറ്റവും കൂടുതൽ ഷൈനോട് ആഗ്രഹം. അങ്ങനെ ആരുമില്ലാത്ത ടൈമല്ലേ, അതുകൊണ്ട് തന്നെ ഗ്രേസ് നേരെ ഷൈൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്ക് ഷൈനിന് ഭയങ്കര ടെൻഷനും ഭയങ്കര നെർവസും ആകുന്നു. അയ്യോ, ഞാനൊരു കാര്യം വാങ്ങാൻ മറന്നുപോയി, ഇതില്ലെങ്കിൽ ആകെ പ്രോബ്ലമാകുമെന്ന് ഗ്രേസിനോട് അവൻ പറയുന്നു. എന്താണ് കാര്യമെന്ന് തിരക്കുമ്പോഴാണ് കോണ്ടം വാങ്ങാൻ താൻ മറന്നു, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മുടെ ഷൈനുണ്ടല്ലോ ഒറ്റ പോക്ക്. അവിടുന്ന് പോയ ഷൈനുണ്ടല്ലോ നേരെ ബാറിൽ പോയി 2 വീശിയിട്ട് നേരെ നമ്മുടെ ഹീറോയുടെ റൂമിലോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ തോളെ കൈവച്ചിട്ട് പറയുന്നുണ്ട്, എനിക്കാരെയും പേടിയില്ല, എനിക്ക് ഭയങ്കര ധൈര്യമാണെന്നൊക്കെ പറയുന്നു. ഇത് കേട്ട് നമ്മുടെ ഹീറോ ഉണ്ടല്ലോ, ഇയാളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞ് ഞെട്ടുകയാണ്. അങ്ങനെ ആ സീൻ കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മുടെ ഗ്രേസ് ഉണ്ടല്ലോ നേരെ ഷൈനെ കാണാൻ വേണ്ടി ഓഫീസിലോട്ട് വരുന്ന സീനുണ്ട്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, നല്ല ആളാ, ഇന്നലെ വരാമെന്ന് പറഞ്ഞിട്ട് തിരിച്ച് വന്നില്ലല്ലോ എന്ന് പറയുന്നു. എനിക്ക് കാര്യം മനസ്സിലായി, നിങ്ങളൊരു വെർജിൻ ആണല്ലേ എന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ അവനൊന്നും മിണ്ടുന്നില്ലെങ്കിലും അവൾ പറയുന്നുണ്ട്, ഇന്ന് എന്തായാലും കോണ്ടാൻ വാങ്ങാൻ വേണ്ടി നിങ്ങൾ പോകണ്ട, ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. വർക്കെല്ലാം കഴിഞ്ഞ ശേഷം നേരെ വീട്ടിലോട്ട് വരണമെന്ന് പറഞ്ഞ് ഗ്രേസ് അങ്ങോട്ട് തിരിയുന്നുണ്ട്. ആ ടൈമിൽ അവളുടെ കൈ തട്ടി അവളുടെ ബാഗ് തറയിൽ വീഴുന്നു. ഇതിലിരിക്കുന്ന കോണ്ടവും എല്ലാ സാധനങ്ങളും തെറിച്ച് പോകുന്നതും കാണിക്കുന്നു. അങ്ങനെ തറയിൽ വീണ എല്ലാം നമ്മുടെ ഗ്രേസ് പറക്കിയെടുത്തെങ്കിലും ആ കോണ്ടം ഉണ്ടല്ലോ അത് നേരെ തെറിച്ച് പോയത് നമ്മുടെ ബോണി ഇരിക്കുന്നില്ലേ, ആ പുള്ളിക്കാരെ ഇരിക്കുന്ന ടേബിളിൻ്റെ താഴോട്ടായിരുന്നു. ഇത് കണ്ട ഹീറോ ഉണ്ടല്ലോ ആ പാക്കറ്റ് എടുത്ത് ഉടനെ അവൾക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്ന സീനുണ്ട്. ആ ടൈമിൽ കുറച്ച് രാഷ്ട്രീയക്കാർ അങ്ങോട്ട് വരുന്നുണ്ട്. അവരുടെ മുമ്പിൽ വെച്ച് ഉടനെ തന്നെ ഇവനുണ്ടല്ലോ ആ കോണ്ടം എടുത്ത് ഗ്രേസിൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്നു. അത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് അവൾക്കത് മേടിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൾ അവനോട് ചൂടാകുന്നു. ഇത് കണ്ടു നിന്ന പാർട്ടിക്കാരും അവനെതിരെ തിരികെയാണ്. എന്തുപാടാ പട്ടാപ്പകൽ ഒരു പെണ്ണിനെ കോണ്ടം കൊടുക്കുന്നു എന്ന് ചോദിച്ച് അവനോട് ചൂടാകുന്നു. അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഹീറോ ഉണ്ടല്ലോ ഷൈനുമായി റൂമിലോട്ട് പോകുന്ന സീൻ കാണിക്കുന്നു. റൂമിലെത്തി നമ്മുടെ ഹീറോ കാണുന്നത് അവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന പോലീസുകാരെയാണ്. കാര്യം വേറൊന്നുമല്ല, ആ പൊളിറ്റീഷ്യൻസ് ഉണ്ടല്ലോ അവരത് കേസാക്കിയിരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ നേരെ മജിസ്ട്രേറ്റിന് മുമ്പിലോട്ട് കൊണ്ടുപോകുന്ന സീൻ കാണിക്കുന്നു. സംഭവം തറയിൽ കിടന്നൊരു കോണ്ടം എടുത്ത് കൊടുത്തു എന്നല്ലാതെ വേറൊരു തെറ്റും നമ്മുടെ ഹീറോ ചെയ്തില്ല. അവിടെ വെച്ച് മജിസ്ട്രേറ്റ് അവനോട് ചോദിക്കുന്നുണ്ട്, നീ കോണ്ടം കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ അവൻ കൊടുത്തു എന്ന് പറയുന്നു. അപ്പോൾ തന്നെ ലോട്ടറി അടിച്ച പോലെ 15 ദിവസത്തേക്ക് നമ്മുടെ ഹീറോയ്ക്ക് റിമാൻഡും കിട്ടി. അങ്ങനെ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ ജയിൽവാസമൊക്കെ തുടങ്ങി പിറ്റേ ദിവസം രാവിലെ ബാത്റൂമിൽ പോകുന്ന സീനുണ്ട്. ആ ടൈമിൽ അവനോട് വന്നൊരുത്തും പറയുന്നുണ്ട്, പുതിയ ആളാണല്ലേ, ഇവിടുത്തെ റൂൾസൊക്കെ വേറെയാണ്, 8:30 കഴിഞ്ഞ് മാത്രമേ നമുക്ക് ബാത്റൂമിൽ പോകാൻ അനുവാദമുള്ളൂ എന്ന് പറയുന്നു. സംഭവം വേറൊന്നുമല്ല, അവിടെ സീനിയറായിട്ടുള്ള സൈമണും കൂട്ടരും ബാത്റൂമിലൊക്കെ പോയതിനു ശേഷം മാത്രമേ മറ്റുള്ളവർക്ക് പോകാൻ അനുവാദമുള്ളൂ. നമ്മുടെ ഹീറോ ആകട്ടെ പുതിയ ആളല്ലേ, റൂൾസൊക്കെ പഠിച്ച് വരുന്നതേ ഉള്ളൂ. അങ്ങനെ കട്ട് ചെയ്ത് അടുത്ത സീനിൽ അവനെ കാണാൻ വേണ്ടി അവർ അമ്മ വരുന്ന സീൻ കാണിക്കുന്നു. അവിടുത്തെ അവൻ്റെ അവസ്ഥ കണ്ട് അവർ അമ്മയുണ്ടല്ലോ അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനു വേണ്ടിയാണ് ആ പെണ്ണിനെ അത് കൊടുത്തതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ കൊടുത്തതല്ല, തറയിൽ കിടന്ന സാധനം എടുത്തു കൊടുത്തതേ ഉള്ളൂ എന്ന് പറയുന്നു. സാരമില്ല, വക്കീലിനെ കണ്ട് എല്ലാം റെഡിയാക്കാമെന്ന് പറഞ്ഞ് അവൻ്റെ അമ്മ അവിടുന്ന് പോകുന്ന സീനും കാണിക്കുന്നു. അങ്ങനെ ജയിലിലെ ഫുഡും കാര്യങ്ങളും ഒന്നും തന്നെ നമ്മുടെ ഹീറോയ്ക്ക് ഒത്തു വന്നില്ല. അങ്ങനെ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ ആ സെല്ലിൽ ഇരിക്കുമ്പോഴാണ് ഒരു ലേഡിയുടെ സൗണ്ട് കേൾക്കുന്നത്. അതായത് ഒരു മൂളിപ്പാട്ട് പാടുന്നു, അതും പെൺ ശബ്ദത്തിൽ. ഈ ജയിലിൽ ആരുടെ പെണ്ണെന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോ വെളിയിലോട്ട് നോക്കുന്ന സീനും കാണിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ കഥാപാത്രത്തിൻ്റെ എൻട്രി കാണിക്കുന്നത്, അതായത് ആ ഈച്ചയെ കാണിക്കുന്നത്. ആ ഈച്ച ഉടനെ തന്നെ തിരിച്ച് മറുപടി പറയുന്നുണ്ട്, ഓഹോ, ഞാൻ പാടുന്നത് നിനക്കപ്പോൾ കേൾക്കാൻ പറ്റും അല്ലേ എന്ന് ചോദിക്കുന്നു. ഇതുകൂടി കേട്ട് നമ്മുടെ ഹീറോ ആകെ പേടിച്ച് ആ റൂമിലേതോ യക്ഷി ഉണ്ടെന്നാണ് അവൻ വിചാരിച്ചത്. ഉടനെ തന്നെ അവിടെ നിന്നൊരു പാത്രമെടുത്ത് ആ ഈച്ച അടിക്കാൻ പോകുന്ന സീനും കാണിക്കുന്നു.
എങ്കിൽ അടിയാകട്ടെ നമ്മുടെ ഈച്ചയ്ക്ക് കൊണ്ടതുമില്ല. അടി തെറ്റി നമ്മുടെ ആശാൻ താഴെ വീഴുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ ഹീറോ ഉണ്ടല്ലോ, ആ ജയിലിലെ സീനിയറില്ലേ, അവനോട് വന്ന് കാര്യം പറയുകയാണ്. ഈ ജയിലിൽ എന്തോ പ്രേതശല്യം ഉണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ ആ സീനിയർ പറയുന്നുണ്ട്, ഒരുപാട് പേര് വന്നു പോകുന്നതല്ലേ, നീ അല്പം ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടുന്നു. അങ്ങനെ ഇതൊക്കെ ആലോചിച്ച് നമ്മുടെ ഹീറോ ഉണ്ടല്ലോ, അന്ന് രാത്രി വീണ്ടും സെല്ലിലോട്ട് പോകുന്ന സീനുണ്ട്. ആ ടൈമിൽ തന്നെ നമ്മുടെ ഈച്ച ഉണ്ടല്ലോ, അതേപോലത്തെ പാട്ടും പാടി നമ്മുടെ ഹീറോ അടുത്തോട്ട് വരുന്ന സീനും കാണിക്കുന്നു. അങ്ങനെ ആ ഈച്ച ഉണ്ടല്ലോ നേരെ അവൻ്റെ ഷോൾഡറിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, ഞാൻ നിന്നെ ഉപദ്രവിക്കത്തൊന്നുമില്ല എന്നൊക്കെ പറയുന്നു. ആദ്യമൊന്നും നമ്മുടെ ഹീറോയ്ക്ക് ഈ നടക്കുന്നത് വിശ്വാസം വന്നില്ലെങ്കിൽ പിന്നീട് ആ ഈച്ചയായിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും അവൻ അവരുമായിട്ട് ഭയങ്കര കമ്പനിയായി. അങ്ങനെ അവനുമായിട്ടൊന്ന് സംസാരിച്ച് വന്നപ്പോഴത്തേക്കും അവിടെ കൊതുവിനെ ഒഴിവാക്കാൻ വേണ്ടി അവിടെ മരുന്നടിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഈച്ച പറയുന്നുണ്ട്, ഇനി ഇവിടെ നിന്നാൽ അപകടമാണ്, ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞു പോകുന്ന സീനും കാണിക്കുന്നു. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ ഹീറോയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കാര്യം അവനൊരു പുതിയ കൂട്ടാളി കിട്ടില്ലേ, അവനെ കാണാൻ വേണ്ടി പിറ്റേന്ന് വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഉണ്ടല്ലോ നമ്മുടെ ഈച്ച സാറുണ്ടല്ലോ, പുള്ളി നേരെ നമ്മുടെ ബോണിയെ കാണാൻ വേണ്ടി വരുന്നു. എന്നിട്ട് അവനെ ബോണിയെന്ന് വിളിക്കുമ്പോഴത്തേക്ക് അവൻ ശരിക്കും ഞെട്ടുകയാണ്. എൻ്റെ പേര് നിനക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ, നീ ആരാണെന്നും എവിടുന്ന് വരുന്നെന്നും എല്ലാം എനിക്കറിയാമെന്ന് ഈച്ച പറയുന്നു. ഇത് കേട്ട ഹീറോ പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ എന്തിനാണ് നീ ഈ ജയിലിൽ നിൽക്കുന്നത്, നിനക്ക് പുറത്തെവിടെയെങ്കിലും പോയിക്കൂടെ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട ഈച്ച പറയുന്നുണ്ട്, എനിക്കൊരു അമ്മയുണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇതിന് പുറത്ത്, അതായത് ജയിലിന് പുറത്ത് കടക്കാൻ നേരം ഒരു ബാറ്റ് കൊണ്ട് ആരോ അവർ അമ്മയെ അടിച്ചു കൊന്നു, അതുകൊണ്ട് ഈ ജയിൽ വിട്ടു പോകാൻ എനിക്ക് പേടിയാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഈച്ചയോട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, എനിക്ക് നിന്റെ മുഖം ശരിക്കും കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. ആ ടൈമിൽ ഈച്ച പറയുന്നുണ്ട്, 8 മണിക്ക് സൈമണും കൂട്ടരും പുറത്തോട്ട് ഇറങ്ങും, ആ ടൈമിൽ വേറെ ആരും പുറത്ത് കാണില്ല, ആ ടൈമിൽ നിനക്ക് ഓഫീസിൽ പോയി ഒരു ലെൻസ് ഉള്ളൊരു കണ്ണാടിയുണ്ട്, അതെടുത്ത് വന്നാൽ എന്നെ കാണാമെന്നൊക്കെ പറയുന്നു. പിറ്റേ ദിവസം നമ്മുടെ ഹീറോ ഉണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ സൈമണൊക്കെ ഇറങ്ങുന്ന സമയത്ത് തന്നെ ആ ഓഫീസിൽ പോയി ആ കണ്ണാടി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് ഈച്ചയെ നോക്കുന്നു. അപ്പോഴാണ് ശരിക്കും അവൻ ആ ഈച്ചയുടെ ഫേസ് കാണുന്നത്. അങ്ങനെ കണ്ണാടി കൂടെ നോക്കിയിട്ട് നമ്മുടെ ഹീറോ ആ ഈച്ചയോട് പറയുന്നുണ്ട്, നിന്നെ കാണാൻ എന്ത് രസമാണ്, നിനക്കൊരു അടിപൊളി പേര് വേണ്ടേ, തൽക്കാലം നിന്നെ ഞാൻ ലവ്ലി എന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട ഈച്ച, ആ എനിക്ക് നല്ലൊരു പേര് കിട്ടി, ലവ്ലി ലവ്ലി എന്ന് പറഞ്ഞ് ചിരിക്കുന്നു. കട്ട് ചെയ്ത് അടുത്ത ഷോട്ടിലുണ്ടല്ലോ നമ്മുടെ ഗ്രേസും ഷൈനും കൂടെ സംസാരിക്കുന്ന സീൻ കാണിക്കുന്നുണ്ട്. വേറൊന്നുമില്ല, ആ പയ്യൻ നിരപരാധിയാണ്, നീ കാരണം ഒരുത്തൻ ജയിലിൽ പോയെന്നൊക്കെ പറയുന്നു. ഇത് കേട്ട് ഗ്രേസ് പറയുന്നുണ്ട്, എനിക്ക് നല്ല സങ്കടമുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, കേസ് വരുമ്പോൾ നമുക്കിതിനകത്ത് പിന്മാറാം എന്നൊക്കെ പറയുന്നു. പക്ഷേ നമ്മുടെ ജയിലിനകത്തുണ്ടല്ലോ ബോണിയും ലവ്ലിയും കൂടെ ചേർന്ന് അടിച്ച് പൊളിച്ച് നടക്കുന്ന സീനൊക്കെയാണ് പിന്നീട് കാണിക്കുന്നത്. ജയിലിലാകട്ടെ എന്ത് നടന്നാലും നമ്മുടെ ലവ്ലി ഉണ്ടല്ലോ നേരെ വന്ന് ബോണിയോട് പറയും. അങ്ങനെ ഓഗസ്റ്റ് 15 വന്നെത്തി അവിടെ ജയിലിനകത്ത് നമ്മുടെ കൊടിയൊക്കെ പറത്തുന്ന സീൻ കാണിക്കുന്നു. ആ ടൈമിൽ നമ്മുടെ ലവ്ലി വന്ന് ബോണിയോട് പറയുന്നുണ്ട്, ഇന്നേ ദിവസം സൈമണിനെ തട്ടാൻ വേണ്ടി 2 പേര് അകത്ത് കയറിയിട്ടുണ്ടെന്ന് പറയുന്നു. ഉടനെ തന്നെ സീനിയറിനോട് ഈ കാര്യം ബോണി പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സൈമൺ ഈ കാര്യം അറിയുകയും ചെയ്തു. അങ്ങനെ അവിടെ വെച്ച് നമ്മുടെ സൈമനെ കൊല്ലാൻ വന്ന നല്ല ഗുണ്ടകളെ ഉണ്ടല്ലോ സൈമൺ ഇടിച്ച് പപ്പടം വരുത്തുകയാണ്. തന്നെ കാണാൻ വന്ന ഗുണ്ടയുണ്ടല്ലോ തല്ലി തകർപ്പണമാക്കിയ ശേഷം നമ്മുടെ സൈമൺ നേരെ ബോണിയെ കാണാൻ വരുന്ന സീനുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എൻ്റെ ജീവൻ രക്ഷിച്ചു, അതുകൊണ്ട് നീ ഞങ്ങളുടെ കൂടെ കുടിക്കുമോ എന്ന് പറയുന്നു. പക്ഷേ ബോണിക്ക് അവരുടെ കൂടെ കൂടാനൊന്നും താല്പര്യമില്ല. കാര്യം പുള്ളിക്കാരൻ്റെ ഇപ്പോൾ ലവ്ലിയാണ് ഏറ്റവും വലിയ കൂട്ട്. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ ബോണിയെ പുറത്തിറക്കാൻ വേണ്ടി വക്കീൽ വരുന്ന സീനുണ്ട്. പക്ഷേ ബോണി ഇത് അറിയുന്നതുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈച്ചയോട് അതായത് ലവ്ലിയോട് യാത്ര പറയാനും അവന് പറ്റിയില്ല. കുറച്ചധികം നേരം നമ്മുടെ ഹീറോ ഉണ്ടല്ലോ ലവ്ലിയെക്കാത്ത അവിടെ നിൽക്കുന്ന സീൻ കാണിക്കുന്നുണ്ട്. പക്ഷേ ലവ്ലി വന്നതുമില്ല, അവന് കാണാൻ കഴിഞ്ഞതുമില്ല. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെയാണ് നമ്മുടെ ഹീറോ ജയിലിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന സീനും കാണിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ലവ്ലി നേരെ സെല്ലിലോട്ട് വരുന്നുണ്ട്. അവിടെ അങ്ങ് നമ്മുടെ ഹീറോയെ കണ്ടതുമില്ല. അവൾക്ക് കാര്യം മനസ്സിലായി. വീട്ടിലെത്തിയിട്ട് നമ്മുടെ ഹീറോ ഒന്ന് ചിരിക്കുന്നത് പോലുമില്ല. കാര്യം അവൻ്റെ മനസ്സ് മുഴുവൻ ജയിലിലായിരുന്നു. പിറ്റേ ദിവസം എന്തും വരട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ ഉണ്ടല്ലോ അവൻ്റെ കൂട്ടുകാരനോട് ലവ്ലിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇത് കേട്ട നമ്മുടെ കൂട്ടുകാരനുണ്ടല്ലോ ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയി ഇവൻ്റെ തലക്കടി കിട്ടി വല്ലതും പറ്റിയതാണെന്നാണ് വിചാരിച്ചത്. അങ്ങനെ അപ്പോൾ തന്നെ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ അവനെ കൂട്ടി ജയിലിൻ്റെ പുറത്തോട്ട് പോകുന്ന സീനും കാണിക്കുന്നു. കാര്യം അവിടെ വെച്ച് വല്ല ലവ്ലിയെ കാണാൻ പറ്റുമെന്നായിരുന്നു നമ്മുടെ ഹീറോയുടെ വിചാരം. അങ്ങനെ ജയിലിൻ്റെ പുറത്തുള്ള എല്ലാ സ്ഥലവും നമ്മുടെ കൂട്ടുകാരനും അവനും കൂടെ തേടുന്നുണ്ട്. പക്ഷേ അവിടെ ഒന്നും ലവ്ലിയെ കാണാൻ കഴിഞ്ഞില്ല. അന്നേ ദിവസം കടന്നിട്ട് നമ്മുടെ ഹീറോ ഉറങ്ങിയതുമില്ല. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ഇവൻ്റെ അമ്മ വന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ നിൻ്റെ പ്രശ്നം, എന്താ നീ ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഈ കഥയെല്ലാം നമ്മുടെ അമ്മയോട് ഇവൻ പറയുന്നുണ്ട്. ഇതും കൂടെ കേൾക്കുമ്പോഴത്തേക്ക് ഇവർ അമ്മ ശരിക്കും ഞെട്ടുകയാണ്. ഇവൻ എന്തൊക്കെ കഥയാണ് ഈ പറയുന്നത്, ഒരു ഈച്ച സംസാരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ കട്ട് ചെയ്ത് പിറ്റേ ദിവസം ഉണ്ടല്ലോ നമ്മുടെ ഒരു കോർട്ട് സീൻ കാണിക്കുന്നുണ്ട്. അവിടെ വെച്ച് നമ്മുടെ ഗ്രേസ് ഉണ്ടല്ലോ ജഡ്ജിയോട് പറയുന്നുണ്ട്, ഈ കേസിൽ നിന്ന് ഞാൻ പിന്മാറുകയാണെന്ന്. എന്താ ഇപ്പോൾ കേസിൽ നിന്ന് പിന്മാറാൻ കാര്യമെന്ന് നമ്മുടെ ജഡ്ജി ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ അവൾ പറയുന്നുണ്ട്, അവനൊരു കൊച്ചു പയ്യനല്ലേ, അവന് പുറത്തു പോയി ഒരുപാട് സ്വപ്നങ്ങളും കാര്യങ്ങളും ഉള്ളതാണ്, അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിന്ന് ഞാൻ മാറുകയാണെന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ ബോണി ഓപ്പോസിറ്റ് അങ്ങ് തിരികെയാണ്. വേറൊന്നുമല്ല, ഇല്ല ഞാൻ ഇവർക്ക് കോണ്ടം കൊടുത്തതാണ്, അതുകൊണ്ട് എന്നെ ജയിലിൽ അടയ്ക്കണം പ്ലീസ് എന്ന് പറയുന്നു. പിന്നെ നീ പറയുന്ന പോലെ വിധി എഴുതാനല്ലേ ഞാനിവിടെ ഇരിക്കുന്നത് എന്നൊരു മട്ടിൽ നമ്മുടെ മജിസ്ട്രേറ്റ് അവനെ നോക്കി പറയുന്നുണ്ട്. കേസും കാര്യങ്ങളൊന്നുമില്ല, നിനക്ക് തിരിച്ച് വീട്ടിൽ പോകാം എന്ന് പറയുന്നു.
പക്ഷേ നമ്മുടെ ഹീറോ കണ്ടല്ലോ എങ്ങനെയെങ്കിലും ജയിലിൽ തിരിച്ചു പോകണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളായിരുന്നു. ആ ടൈമിൽ അവൻ വന്ന് ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് എന്നെ ജയിലിലാക്കണം, അല്ലെ ഞാൻ ഡിപ്രഷനിലാകും എന്ന് പറയുന്നു. ഇത് കേട്ട ഹീറോ അവനോട് പറയുന്നുണ്ട്, അതിന് നീ എന്തെങ്കിലും തല്ലോ കുത്തോ എന്തെങ്കിലും ഉണ്ടാക്കിയാലേ ജയിലിൽ പോകാൻ പറ്റൂ എന്ന് പറയുന്നു. അങ്ങനെ ഇവരെല്ലാം കൂടെ ചേർന്ന് ഒരു കടയിലോട്ട് പോകുന്ന സീനുണ്ട്. അപ്പോൾ കടയുടെ ഓണർ ഇവനെ നോക്കി കോണ്ടം പയ്യൻ എന്ന് വിളിക്കുന്നു. ഇത് കേട്ട ഹീറോ ഉണ്ടല്ലോ, ശരിയാ ഇവനെ തല്ലി എനിക്ക് ജയിലിൽ പോകാം എന്ന് പറഞ്ഞ് ഒരൊറ്റ അടിയായി കൊടുക്കുന്നു. ആന തറയിൽ കിടക്കുന്ന പോലെ നമ്മുടെ കടക്കാരനുണ്ടല്ലോ അവിടെ കിടന്ന് ഉരുളുകയാണ്. പക്ഷേ അത് കേസും കാര്യങ്ങളൊന്നും ആയില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കര സങ്കടമായി. ഇനി എന്ത് ചെയ്താൽ ജയിലിൽ പോകാൻ കഴിയുമെന്ന് കൂട്ടുകാരോട് നമ്മുടെ ബോണി ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട അവൻ്റെ ഫ്രണ്ട് എടുത്തടിച്ച് പറയുകയാണ്, എങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നിന്നെ കൊണ്ടൻ കേസിൽ അകത്താക്കിയ പെണ്ണില്ലേ അവളെ പോയി അങ്ങ് പീഡിപ്പിക്കുക എന്ന് പറയുന്നു. ഇത് കേട്ട ഹീറോ ഉണ്ടല്ലോ അവൻ എങ്ങനെയെങ്കിലും ജയിലിൽ പോയാൽ മതിയല്ലോ. അതുകൊണ്ട് തന്നെ നേരെ ഷൈനെ കാണാൻ വരുന്നു. എന്നിട്ട് അവളുടെ അഡ്രസ്സൊക്കെ ചോദിക്കുന്നു. എന്തിനാണെന്ന് പോലും അറിയാതെ ഷൈൻ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അന്ന് രാത്രി തന്നെ അവളെ പീഡിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഹീറോ നേരെ അങ്ങോട്ട് പോകുന്ന സീനുണ്ട്. ആ ടൈമിൽ അവിടെ വെച്ച് കാണുന്നതോ ഷൈനും അവളുമായിട്ട് കിസ് ചെയ്യുന്ന സീനാണ്. തന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ ഉണ്ടല്ലോ ആകെ ഡിപ്രഷൻ അടിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന സീനാണ് പിന്നീട് കാണുന്നത്. അവൻ ആകെ ഡിപ്രഷനിലാണ്. കാര്യം അവൻ്റെ മനസ്സ് മുഴുവൻ ലൗലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ജോലി ഒന്നും ചെയ്യാൻ അവന് കഴിഞ്ഞില്ല. അങ്ങനെ ജോലിക്കിടെ ഇവൻ്റെ മുഖം കാണുമ്പോഴത്തേക്കും നമ്മുടെ കൂട്ടുകാരൻ പറയുന്നത്, നമുക്കൊരു ബ്രേക്ക് എടുക്കാം, ഒരു ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഒരു തട്ടുകടയിലോട്ട് പോകുന്ന സീനുണ്ട്. അവിടെ എത്തുമ്പോഴത്തേക്കും അവൻ്റെ ചെവിയിൽ ലവ്ലിയുടെ പാട്ട് കേൾക്കുന്നു. അവൻ പെട്ടെന്ന് നോക്കുമ്പോൾ അവൻ്റെ മുമ്പിൽ ഇതാ നിൽക്കുന്നു ലവ്ലി. ഇത് സത്യമാണോ സ്വപ്നമാണോ നമ്മുടെ ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. ഉടനെ തന്നെ ലവ്ലിയോട് അവൻ ചോദിക്കുന്നുണ്ട്, എന്നെ നീ എങ്ങനെ കണ്ടെത്തി എന്ന് പറയുമ്പോൾ ലവ്ലി പറയുന്നുണ്ട്, നിന്നെ തേടി ഞാൻ ഒരുപാട് അലഞ്ഞു, ഒടുവിൽ കണ്ടെത്തി എന്നൊക്കെ പറയുന്നു. അങ്ങനെ ആ ടേബിളിൻ്റെ മുകളിൽ നിന്ന് നമ്മുടെ ലവ്ലി ഉണ്ടല്ലോ പറക്കാൻ നേരത്താണ് ഒരു കൈ വന്ന് പെട്ടെന്ന് അവൻ്റെ ദേഹത്ത് വീഴുന്നത്. അത് വേറെ ആരുടെയുമല്ലായിരുന്നു, ആ കടക്കാരനില്ലേ ഇവനെ തല്ലിയ അയാളായിരുന്നു. അയാളുടെ അടി കൊണ്ട് ലവ്ലി താഴോട്ട് പോയി. തൻ്റെ ലവ്ലി അയാൾ കൊന്നു എന്നുള്ള ദേഷ്യത്തിൽ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ അയാളെ എടുത്ത് പൊതിരെ തല്ലുന്നുണ്ട്. അങ്ങനെ ആ കടക്കാരൻ്റെ അടി കൊണ്ട് നമ്മുടെ ഹീറോ നേരെ താഴോട്ട് വീഴുന്ന സീൻ കാണിക്കുന്നു. കുറച്ച് നേരത്തേക്ക് അവൻ്റെ ബോധവും പോയി. പെട്ടെന്ന് ബോധം വന്ന ഹീറോ ആദ്യം നോക്കുന്ന ലവ്ലിയാണ്. ഭാഗ്യത്തിന് അവൾക്കൊന്നും സംഭവിച്ചില്ല. തൻ്റെ ലവ്ലിക്ക് ഒന്നും സംഭവിച്ചില്ലെന്ന് അറിയുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോ ഉണ്ടല്ലോ നേരെ വന്ന് കടക്കാരനെ എടുത്ത് പഞ്ഞിക്കിടുന്ന സീനും കാണിക്കുന്നു. അങ്ങനെ അവിടുത്തെ ആ സ്റ്റണ്ടെല്ലാം കഴിഞ്ഞ് നമ്മുടെ ലവ്ലിയും ബോണിയും കൂടെ നേരെ ഒരു മല മുകളിലോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് ബോണി ആ മലയുടെ മുകളിൽ വെച്ച് നമ്മുടെ ലവ്ലിയോട് പറയുന്നുണ്ട്, നിന്നെ കിട്ടിയതുകൊണ്ട് ഞാനും ഇപ്പോൾ ഒരു സൂപ്പർ ഹീറോ ആണെന്ന് പറയുന്നു. അങ്ങനെ ഒരു ഹാപ്പി മൂഡിലാണ് ഈ ഒരു മൂവി അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉടനെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.